Hello guys, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് Nokia 5.3 എന്നുള്ള ഈ ഒരു ഡിവൈസ് ആണ്. Nokia ഫാമിലിയിൽ നിന്നുമുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ആണിത്. ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഈ ഒരു ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ കൈവശമുള്ളത് ഇതിൻ്റെ 4GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 13,999 ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ 6GB റാമും 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള മറ്റൊരു വേരിയൻറ്റ് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രൈസ് വരുന്നത് 15,499 ആണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും മറ്റ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് പരിശോധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് ക്വിക്കായിട്ട് ചെക്ക് ചെയ്യാം. 2020 മാർച്ചിലാണ് ഈ ഒരു ഡിവൈസ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബോക്സ് വരുന്നത് ഈ ഒരു രീതിയിലാണ് പാക്കിംഗ് ഒക്കെ വരുന്നത്. ബോക്സിന് മുൻവശത്തായിട്ട് നോക്കിയ എന്നുള്ള ബ്രാൻഡിങ് കാണാം. അതേപോലെ Nokia 5.3 എന്നുള്ള മോഡൽ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഡിവൈസിൻ്റെ രണ്ട് നല്ല ഇമേജുകളാണ് ബോക്സിന് മുൻവശത്ത് ആദ്യം വരുന്നത്. ഫ്രണ്ട് ആൻഡ് റിയർ സൈഡ് ഇമേജുകൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 1 ഫോൺ ആയതുകൊണ്ട് തന്നെ 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഗ്രേഡ് ഈ ഒരു ഫോണിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഫോണിൻ്റെ പ്രധാന സവിശേഷതകളായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 6.55 ഇഞ്ചിൻ്റെ വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിലുള്ളത്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല. പിന്നെ ഇത് പ്രവർത്തിക്കുന്നത് സ്നാപ്ഡ്രാഗൺ 665 പ്രോസസ്സറിലാണ്. പിന്നെ ക്യാമറയുടെ സ്പെസിഫിക്കേഷനാണ് കൊടുത്തിട്ടുള്ളത്. ബാറ്ററി വരുന്നത് 4000 mAh ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ ആൻഡ്രോയിഡ് 1 ഫോണാണിത്. അപ്പോൾ ആൻഡ്രോയിഡ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ആദ്യം നമുക്ക് ഈ ഫോണിൽ തന്നെ കിട്ടും. നമുക്ക് കിട്ടിയിട്ടുള്ളത് 4GB റാമും അതേപോലെ 64GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ഒരു വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് 16,599 ആണ്. പക്ഷേ ഇത് നമുക്ക് വാങ്ങിക്കാനായിട്ട് ഇപ്പോൾ കിട്ടുന്ന റേറ്റ് എന്ന് പറയുന്നത് 13,999 ആണ്. ഇതിൻ്റെ രണ്ട് വേരിയൻ്റ് നമുക്ക് ലഭ്യമാണ്. 6GB ആൻഡ് 64GB ഇൻറ്റേർണൽ സ്റ്റോറേജ് ഉള്ള മറ്റൊരു വേരിയൻറ്റും ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ വീഡിയോക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കി പുറത്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഡിവൈസാണ് കാണാൻ പറ്റുന്നത്. ഡിവൈസ് നമുക്ക് മാറ്റി വെക്കാം. ബോക്സിലുള്ളത് നമുക്കൊരു സിം എജക്ടർ ടൂളാണ് ഇവിടെ കിട്ടുന്നത്. സിം എജക്ടർ ടൂളുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്നത് പല ഫോണുകളിലും ഇപ്പോൾ നമുക്ക് കിട്ടാത്ത ഒന്നാണ് ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയ ഈ ഒരു ഫോണിൽ ഹെഡ്സെറ്റ് തന്നിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലസ് പോയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം നോക്കിയയുടെ ബ്രാൻഡിങ് ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഹെഡ്സെറ്റ് തന്നെയാണിത്. അപ്പോൾ ഹെഡ്സെറ്റ് നമുക്ക് നോക്കിയ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഫോണ് FM റേഡിയോ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് തന്നെ ഹെഡ്സെറ്റ് നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. ഹെഡ്സെറ്റ് കണക്ട് ചെയ്തെങ്കിലേ FM റേഡിയോ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്നത് ഒരു Type-C USB കേബിളാണ്. പിന്നെ ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. ചാർജിങ് അഡാപ്റ്റർ എന്ന് നോക്കിയ എന്നുള്ള ബ്രാൻഡിങ് കാണാം. ഈ ഒരു ഫോണ് സപ്പോർട്ട് ചെയ്യുന്നത് ഫാസ്റ്റ് ചാർജിങ് അല്ല. ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിൽ ലഭ്യമല്ല. 10 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് അഡാപ്റ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഇതിൽ കിട്ടുന്നത്. പിന്നെ നമുക്കിതിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ജെല്ലി കേസും വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ ഒരു കേസും നോക്കിയ തരുന്നത്. നോക്കിയയുടെ ആ ഒരു ഡിസൈനിന് അനുസരിച്ചിട്ടുള്ള ഒരു കേസ് തന്നെയാണിത്. ചൈനീസ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു സ്മാർട്ട് ഫോണാണിത്. അതും ഒരു ബഡ്ജറ്റ് പ്രൈസിലാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. മാത്രമല്ല ഇതൊരു ആൻഡ്രോയിഡ് 1 ഫോൺ ആയതുകൊണ്ട് തന്നെ 2 വർഷത്തേക്ക് ഇതിൽ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകൾ നോക്കിയാൽ നമുക്ക് നൽകുന്നുണ്ട്. Nokia 5.3 ഡിവൈസ്, ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡ്, സേഫ്റ്റി ബുക്ക്ലെറ്റ്, ചാർജർ, ഹെഡ്സെറ്റ്, ജെല്ലി കേസ്, Type-C USB കേബിള്, സിം ട്രേ ടൂള്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ബോക്സിൽ കിട്ടുന്നത്. 3 കളർ വേരിയൻറ്റുകളിലായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. സിയാന്, സാൻഡ്, ചാർക്കോള് തുടങ്ങി 3 കളർ വേരിയൻറ്റുകളിലാണ് ഈ ഒരു ഫോൺ കിട്ടുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഡിവൈസ് ഒന്ന് പാക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. Gorilla Glass 3 പ്രൊട്ടക്ഷനോട് കൂടിയാണ് ഈ ഒരു ഡിവൈസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ക്രീനിൽ സ്ക്രാച്ചസ് വീഴുന്നതിൽ നിന്നും നമുക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഫിൻലൻഡ് ആസ്ഥാനമായ HMT ഗ്ലോബലാണ് നോക്കിയ ഫോണുകൾ ഇന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഗൂഗിളുമായുള്ള ടൈപ്പിലൂടെ ആൻഡ്രോയിഡ് 1 സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലാണ് മിക്ക നോക്കിയ ഫോണുകളും ഇന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ നമുക്ക് നോക്കിയ ഫോണുകളിൽ ലഭിക്കാറുണ്ട്. ഫോണിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്ന ജെല്ലി കേസാണ് ഇപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഇത് യൂസ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. പക്ഷേ ഇത്
നമ്മുടെ ഫോണിന് മികച്ച ഒരു പ്രൊട്ടക്ഷൻ തന്നെയാണ് ഈ ഒരു കേസ് നൽകുന്നത്. Nokia 5.3 എന്ന് പറയുന്നത് ഒരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. ഏകദേശം 14,000 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു ബഡ്ജറ്റ് ശ്രേണിയിൽപ്പെട്ട ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബിൽഡിംഗ് മെറ്റീരിയൽ വരുന്നത് പ്ലാസ്റ്റിക്കിലാണ്. ഒട്ടുമിക്ക മൊബൈൽ കമ്പനികളും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾ നമുക്ക് തരുന്നത് ഈ ഒരു ബോഡിയിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് വളരെ ചീപ്പായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. നല്ല ഡിസൈനിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൽ വന്നിട്ടുള്ള ബട്ടണുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഫോണിൻ്റെ ബോട്ടം സൈഡിൽ നമുക്ക് സ്പീക്കർ കാണാം, അതേപോലെ ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ നമുക്ക് ഒരു മൈക്കാണ് വരുന്നത്. ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗൂഗിൾ അസിസ്റ്റൻറ്റിനായിട്ട് ഒരു ഡെഡിക്കേറ്റഡ് കീ ഉണ്ട്, അതേപോലെ സിം സ്ലോട്ട് കാണാം. മുകൾ വശത്തായിട്ട് നമുക്ക് ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്, പിന്നെ 3.5 mm ഓഡിയോ ജാക്കാണ്. പിന്നെ റൈറ്റ് സൈഡിൽ വരുന്നത് പവർ ബട്ടണും അതേപോലെ വോളിയം കൺട്രോൾ ബട്ടണുകളുമാണ്. പിന്നെ നമുക്ക് ഈ ഒരു ഫോണിൽ എടുത്ത് പറയേണ്ട മറ്റൊരു സവിശേഷത, ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൂഗിൾ അസിസ്റ്റൻറ്റ് കീ ഉണ്ട്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഇതൊരു ഡെഡിക്കേറ്റഡ് കീ ആണ്. ഈ ഒരു കീ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ അസിസ്റ്റൻ്റാണ് ഓപ്പൺ ആവുക. അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സിം സ്ലോട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഡ്യുവൽ നാനോ സിം യൂസ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഡെഡിക്കേറ്റഡ് സ്ലോട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ മെമ്മറി 512 GB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് പറയുമ്പോൾ 6.55 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. HD+ ഡിസ്പ്ലേ ആണ്, ഫുൾ HD ഡിസ്പ്ലേ അല്ല. ഇതിൻ്റെ പാനൽ വരുന്നത് 20:9 ആണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ലാൻഡ്സ്കേപ്പ് മോഡിൽ നമുക്ക് വീഡിയോസൊക്കെ കാണുന്നതിനായിട്ട് വളരെ എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ ഒരു മറ്റൊരു കാര്യം, ഇതിൽ ഒരു ഡ്യൂ ഡ്രോപ്പ് നോച്ചാണ് വരുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. നോച്ച് വരുന്നത് ആ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു വീഡിയോ കാണുമ്പോൾ ആ ഒരു എഡ്ജിൽ മാത്രം നമുക്ക് ചെറിയൊരു ഡിഫറൻസ് ഫീൽ ആവും. ആ ഒരു നോച്ച് ആ വീഡിയോയിലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കും. ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഓവറോൾ പെർഫെക്റ്റ്. 4000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. 180 gram ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 8.5 mm ആണ് ഇതിൻ്റെ തിക്നെസ്. അപ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ ഹെവി ആയിട്ടൊന്നും നമുക്കിതൊരിക്കലും ഫീൽ ആവില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഡിസൈൻ തന്നെയാണ്. മാത്രമല്ല നമുക്കൊരിക്കലും ഇതൊരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയില്ല. നമുക്ക് ഈ ഒരു ഡിവൈസിൽ ഫിംഗർ പ്രിൻ്റ് എനേബിൾ ചെയ്യാം. ഫിംഗർ പ്രിൻ്റ് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്യുമ്പം ഫിംഗറിൻ്റെ എല്ലാ എഡ്ജും കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഓൾറെഡി എനേബിൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് അൺലോക്കും ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഫേസ് അൺലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോൾ ഗൈസ് നമുക്കിതിൽ ഫേസ് അൺലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ പോവാണ്. ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫേസ് ഓൾമോസ്റ്റ് ക്യാപ്ചറായി കഴിഞ്ഞു. ഇനി നമ്മളിത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലെ ഫിംഗർ പ്രിൻറ്റ് സെൻസറും അതേപോലെ തന്നെ ഫേസ് അൺലോക്കും എത്രത്തോളം എഫക്റ്റീവാണ്, എത്രത്തോളം ക്വിക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അത്രത്തോളം ഒരു ക്വിക്കാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഒരു ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ഇനി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫേസ് അൺലോക്കാണ്. നമ്മൾ ഓൾറെഡി ഫേസ് അൺലോക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് അൺലോക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് അൺലോക്ക് ചെയ്യാം. സോ ഇറ്റ് ടേക്സ് ബിഗ് ടൈം. 1 to 2 seconds കഴിഞ്ഞാലാണ് ഇത് ഓപ്പൺ ആവുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ അഗെയിൻ. അപ്പോൾ കീപ്പ് ഇൻ മൈൻഡ്, ഇതൊരു ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. പലപ്പോഴും നമുക്കൊരു പ്രീമിയം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിൽ കിട്ടുന്ന ആ ഒരു സ്പീഡ് കിട്ടുന്നില്ല. എങ്കിലും ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഫേസ് അൺലോക്കും പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഡിവൈസിൽ നോക്കിയ ഉൾക്കൊള്ളിച്ചിട്ടുള്ള പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 665 ആണ്. ഇതിലുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സ്റ്റോക്ക് ആൻഡ്രോയിഡ് 10 ആണ്. അതുകൊണ്ട് തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും നമുക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. മാത്രമല്ല ഗൂഗിളിൻ്റെ പിക്സൽ ഫോണുകളിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഇൻ്റർഫേസ് ആണ് ഇതിൽ നമുക്ക് കിട്ടുന്നത്. പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരുപാട് അൺനെസസറി ആപ്പുകൾ ഒരിക്കലും നമുക്ക് ഈ ഒരു ഡിവൈസിൽ വരില്ല. പലപ്പോഴും നമുക്ക് പല ചൈനീസ് ബ്രാൻഡുകളിലൊക്കെ കാണാം, നമ്മൾ ആ ഡിവൈസ് പർച്ചേസ് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് ആപ്സ് നമുക്കതിൽ കാണാനായിട്ട് പറ്റും. പക്ഷേ ഇതൊരു ആൻഡ്രോയിഡ് 1 ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ നമുക്ക് അതുപോലെയുള്ള അൺനെസസറി ആപ്പുകളൊന്നും കാണാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല ഇതിൽ അടുത്ത 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റുകളും ഇതിൽ നോക്കിയ നമുക്ക് നൽകുന്നുണ്ട്. സ്റ്റോക്ക് ആൻഡ്രോയിഡ് 10 ഈ ഒരു ഡിവൈസ് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ പുറകിലുള്ള ഫിംഗർ പ്രിൻ്റ് സെൻസർ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിവൈസിൽ നിന്ന് നോട്ടിഫിക്കേഷൻ ബാർ നമുക്ക് താഴോട്ട് ഇതേപോലെ സ്ക്രോൾ ചെയ്യാം. മുകളിലോട്ട് നീക്കി കഴിഞ്ഞാൽ താഴോട്ട് സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മളൊന്ന് മുകളിലോട്ട് തന്നെ സ്ക്രോൾ ചെയ്യാണ്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല പവർ ബട്ടൺ നമ്മൾ 2 തവണ കണ്ടിന്യൂസ് ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാമറ
ഓപ്പൺ ആയിട്ട് കിട്ടും. കോളിംഗ്, മെസ്സേജിങ്, അതേപോലെ സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ യൂസ് ചെയ്യുന്നതിനായിട്ടാണ് നിങ്ങളൊരു ഫോൺ നോക്കുന്നതെങ്കിൽ ഇതൊരു ബാഡ് ചോയ്സ് അല്ല. നമ്മൾ മൾട്ടി ടാസ്കിങ് ചെയ്യുമ്പോഴും ഈ ഒരു ഫോണിന് ലാഗാവുന്ന പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഒരു സ്പെക്കോട് കൂടി നമുക്കൊരു 1000-2000 ലെസ് പ്രൈസിൽ നമുക്ക് പല ചൈനീസ് ബ്രാൻഡുകളും വാങ്ങിക്കാനായിട്ട് സാധിക്കും. പക്ഷേ ചൈനീസ് ബ്രാൻഡ് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ, അതായത് ചൈനീസ് ബ്രാൻഡുകളിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു ബ്രാൻഡ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഓപ്റ്റ് ചെയ്യാവുന്ന മികച്ചൊരു മോഡൽ തന്നെയാണ് നോക്കിയയുടെ ഈ ഒരു പ്രൊഡക്റ്റ്. മാത്രമല്ല ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും നമുക്ക് വളരെ ലൗഡായിട്ടുള്ള സൗണ്ട് കിട്ടുന്നില്ല എങ്കിൽ പോലും വലിയ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു ഓഡിയോ ക്ലാരിറ്റി കൂടി നമുക്ക് ഈ ഒരു ഫോണിൽ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിവൈസിൻ്റെ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കിയ 5.3 വരുന്നത് ക്വാഡ് ക്യാമറ സിസ്റ്റത്തിലാണ്. ഒരു റിംഗ് മൊഡ്യൂളിലാണ് ഇതിൻ്റെ ക്യാമറയുടെ ഡിസൈൻ വരുന്നത്. 13 മെഗാ പിക്സലാണ് പ്രൈമറി ക്യാമറ, 5 മെഗാ പിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്. അതേപോലെ തന്നെ 2 മെഗാ പിക്സലിൻ്റെ മാക്രോ ക്യാമറയും 2 മെഗാ പിക്സലിൻ്റെ തന്നെ ഒരു ഡെപ്ത് സെൻസറുമാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇനി ക്യാമറയിൽ നിന്നുള്ള കുറച്ച് വിഷ്വൽസും ഫോട്ടോസും നമുക്ക് കാണാം. നിങ്ങളിൽ പല ആളുകളും ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടാവുക നോക്കിയയുടെ സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഞാനും എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യം യൂസ് ചെയ്തിട്ടുള്ളത് നോക്കിയയുടെ ഫോൺ തന്നെയാണ്. നോക്കിയയുടെ 1100 ആണെന്ന് തോന്നുന്നു. പിന്നീട് ഇത് അപ്ഗ്രേഡ് ആയിട്ട് ഞാൻ നോക്കിയയുടെ തന്നെ MP3 പ്ലെയറൊക്കെ ഉള്ള ഡിവൈസാണ് പിന്നീട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കിയ ഓൾവേസ് നമ്മുടെ ഒരു ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു മൊബൈൽ കമ്പനി തന്നെയാണ്. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഈ ഒരു ഡിവൈസിൻ്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. 1080 ഫുൾ HD പിക്സലിൽ നമുക്കിത് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഗിംബലിൽ നല്ല പിടിച്ചിട്ടുള്ളത് കയ്യിൽ തന്നെയാണ്. എന്നിരുന്നാലും നിങ്ങൾ ട്രൈപോഡിലൊക്കെ പിടിച്ചു കഴിഞ്ഞാലും സ്റ്റെബിലൈസേഷൻ വളരെ ആക്യുറേറ്റ് ആവാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ റിയർ ക്യാമറ ഉപയോഗിച്ചിട്ടാണ്. 13 മെഗാ പിക്സലാണ് ഇതിൻ്റെ റിയർ ക്യാമറ വരുന്നത്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സലാണ്. അപ്പോൾ ഇതിൻ്റെയും സ്റ്റെബിലൈസേഷൻ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് മച്ച് പെർഫെക്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ സ്റ്റെബിലൈസേഷനിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഈ ഒരു ഫോണിലൂടെ നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല വരുന്ന പല അപ്ഡേറ്റുകളിലൂടെയും ഇതിൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് ഇനിയും ഇമ്പ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓവറോൾ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് പറയുന്നത് ഇതാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ക്യാമറ വരുന്നത് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. മാത്രമല്ല അതിൻ്റെ മിഡിലായിട്ട് നമുക്കൊരു ഫ്ലാഷ് ലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നോക്കിയ 5.3 റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു ഫോൺ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. കൂടുതൽ ടെക് അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.